നാട്ടുപൈതൃകത്തിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് 1000 ആണ്ട് പഴക്കമുള്ള ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഒരു ആരൂഢത്തിൻ്റെ മടയിൽ ചാമുണ്ടിയമ്മ എന്ന തെയ്യക്കോലത്തിൻ്റെ ആവിർഭാവം നടന്ന ഒരു ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് നാം നിൽക്കുന്നത്. കയ്യൂരിനടുത്ത ആലന്തട്ട ഗ്രാമത്തിലെ ആലന്തട്ട മടവാതുക്കൽ മഹാക്ഷേത്രം. ഇത് ആലന്തട്ട മടവാതിൽക്കാവ്. 1000 ആണ്ടുകളുടെ ഐതിഹ്യ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന മടയിൽ ചാമുണ്ടിയുടെ ആദ്യത്തെ ആരൂഢം. തെയ്യപ്രപഞ്ചത്തിലെ അത്യുഗ്രസ്വരൂപിണിയായ പാതാളമൂർത്തി വരാഹി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട വണ്ണാടിൽ പൊതുവാളുടെ കന്നിക്കൊട്ടിലാണിത്. ദേവീഭാഗവതത്തിൽ വിവരിക്കുന്ന മഹാകാളി തന്നെയാണ് ചാമുണ്ടി. അന്ന് ചണ്ടനെന്നും മുണ്ടനെന്നും പേരായ 2 അസുര സഹോദരന്മാർ ശുംഭ നിശുംഭന്മാർക്ക് വേണ്ടി ത്രിലോകങ്ങളിലും വിനാശം വിതച്ചു. ഗത്യന്തരമില്ലാതെ ദേവഗണങ്ങൾ പാർവതീദേവിയെ ശരണം പ്രാപിച്ചു. ദേവി കൗശികി എന്ന മഹാകാളിയെ സ്വശക്തി കൊണ്ട് സൃഷ്ടിച്ചു. 18 കരങ്ങളിലും അനേകം ആയുധങ്ങളുമായി അട്ടഹസിച്ചോടി വരുന്ന കാളിയെ കണ്ട് ചണ്ടമുണ്ടന്മാർ പ്രാണനും കൊണ്ടോടാൻ തുടങ്ങി. കൊടും പകമുഴുത്ത കാളി കൊടുങ്കാറ്റുപോലെ പിന്തുടർന്നു. പാതാളത്തിലൊളിച്ച ചണ്ടനെയും മുണ്ടനെയും ചവിട്ടിയിട്ട് മഹാകാളി അവരുടെ ശിരസ്സറുത്ത് പാർവതിക്കു മുന്നിൽ കാഴ്ചവെച്ചു. പാതാളത്തോളം പിന്തുടർന്നതിനാൽ പാതാളമൂർത്തിയായ ദേവി ചണ്ടമുണ്ടന്മാരെ വധിച്ചതുകൊണ്ട് ചാമുണ്ടി എന്ന പേരിൽ അറിയപ്പെട്ടു. ദർപ്പമടങ്ങാതെ കനൽ കണ്ണുലർത്തി അട്ടഹസിക്കുന്ന കാളിയെ പാർവതീദേവി കീഴ്ലോകത്തെ ചെറുമനുഷ്യർക്ക് രക്ഷകിയായി പറഞ്ഞയക്കുകയാണ്. പിന്നെ ഊടുപാതാളത്തിലൂടെ കരിമണലിൽ സാന്നിധ്യമറിയിച്ച കാളി കയ്യൂരിനടുത്ത ആലന്തട്ടക്കാട്ടിലെ ഒരു മടയിലാണ് പ്രത്യക്ഷമായത്. അതുകൊണ്ട് തന്നെ മടയിൽ ചാമുണ്ടി എന്ന പേര് നേടിയത്രേ. ആലന്തട്ടക്കാട്ടിലെ മടയിൽ ചാമുണ്ടി പ്രത്യക്ഷയായതും വണ്ണാടിൽ പൊതുവാളുടെ പിന്നാലെ പാഞ്ഞെത്തിയതുമായ കഥ നൂറ്റാണ്ടുകളായി ഗ്രാമവൃദ്ധന്മാർ ഉൾക്കുളിരോടെ അനുസ്മരിക്കുന്നത് കേൾക്കാം. ഈ 2 ക്ഷേത്രത്തിൻ്റെയും തെക്കേ ഭാഗം ഒരു കുന്നിൻ ചെരുവിൽ ഈ ചാമുണ്ടി വന്ന് ഭൂമി പാതാളത്തിലൂടെ വന്ന് നീർന്ന സ്ഥലമാണ് മട. ആ മടയിലേക്ക് ഈ പൊതുവാളും പയ്യാടക്കും രാത്രി ഈ നായാട്ടിന് പോലുണ്ട് തോക്കുകൊടുത്ത്. അങ്ങനെ പോയാലും ഇവർക്കൊരു മൃഗത്തിനെ കണ്ടു. അത് അവിടെ നിന്ന് ഇവർ വെടിവെച്ച പാട് ഈ മടയിലേക്ക് പാഞ്ഞും കൊണ്ടു. അപ്പോൾ ഈ പൊതുവാഴ്ചൻ പാഞ്ഞു പോയി കാല് പിടിച്ചു. അന്നേരമാണ് ഒരു ഐശ്വര്യ വാക്കുണ്ടായി, വേണ്ട പൊതുവാളയിൽ. അപ്പോൾ ഇവർക്ക് മനസ്സിനൊരു വിഭ്രാന്തിയായി. അവിടെ നിന്ന് ഇവർ പയ്യാടക്ക് ഒരു ഭാഗമായി പാഞ്ഞു, പൊതുവാൾ ഒരു ഭാഗമായി. അവിടെ നിന്ന് ഈ ചാമണ്ടി കയറുന്ന ഒരു കല്ലിൻ്റെ മുകളിൽ കയറി. ചാമണ്ടിയിലെ കല്ല് നാട ഇന്നും പേരുണ്ട്. ആ കല്ലിൻ്റെ മുകളിൽ കയറി കിഴക്കോട്ട് നോക്കുമ്പോൾ ഒരു കാവ് കണ്ടു. ആ
ആ കാവിൽ അന്ന് ഈ ഭഗവതിക്ക് കാനക്കര ഭഗവതി എന്ന് പേരില്ല, ദുർഗാ ഭഗവതി എന്നാ പേര്. അപ്പോൾ അങ്ങോട്ട് കിഴക്കോട്ട് നോക്കി കാവ് കണ്ടു. കാവ് നോക്കിയിട്ടാകുമ്പം കാനക്കര ഭഗവതി എന്ന് പേര് വിളിച്ചു. അന്നാണ് കാനക്കര ഭഗവതി ഈ ഭഗവതി ഈ ചാവണ്ടി വിളിച്ചത്. അന്നേരം ഇങ്ങോട്ട് ഭഗവതി വിളിച്ചു പാതാളമൂർത്തി. ഇത്രയും മടയിച്ചാവണ്ടിയായിട്ടാണ് പാതാളമൂർത്തി. അപ്പോൾ പാതാളത്തിലൂടെ പയ്യന്നൂർ അമ്മോൻ പെരുമാൾ ആണ്. അമ്മോൻ പെരുമാൾ അവിടെ അനുവാദപ്രകാരമാണ് ഈ പാതാളത്തിലൂടെ ഈ ആലന്തട്ട മടപാതിൽ വന്നിരുന്നത്. അഴകേറും ആലന്തട്ട എന്നാണ് ചരിത്രം പറയുന്നത്. ആടുന്ന് ഈ പൊതുവാൾ രൂപമൊക്കെ പാഞ്ഞ് ഈ തറവാട്ടിലങ്ങ് കയറുമ്പോൾ കാപ്പ് കെട്ടിയൊരു കോഴിയുണ്ട്. ആ കോഴി ഇങ്ങനെ അവിടെ ഒരു ഗർഭിണിയായ ഒരു പെണ്ണുങ്ങളാണെന്ന് ചരിത്രം പറയുന്നതാണ് കേട്ടത്. ഈ കോഴിനെ പിടിച്ച് കളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പം ഈ അരിശം തീർക്കാൻ വേണ്ടി കോഴിനെ ചവിട്ടി ആ ദേഷ്യം തീർന്നതിന് ശേഷം ചിള്ളി പുറത്ത് ചാടി. ആ സ്ഥാനമാണ് നമുക്ക് ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നു. അവിടുന്ന് ഈ ഭഗവതിയുടെ ആടത്തേക്ക് പോയി. അവിടെ പുറത്തൊരാളുണ്ടായിരുന്നു, പുതിയ തട്ടിന്. ആ ആളിൻ്റെ ഇതിൽ കുറേ കാലം അവിടെ വെച്ചു. അപ്പോൾ ഈ ജനങ്ങൾക്ക് പോകാനും വരാൻ വിഗ്രഹമൂർത്തിയാണ്. അപ്പം എന്തോരം ആയിട്ടാകുമ്പോൾ നീ വന്ന വയ്യന്നെ നോക്കി, നീ നടവാതിൽ വന്ന വയ്യന്നെ നോക്കി നിന്നോ. അവിടെ മഞ്ഞും വെയിലും കൊള്ളുന്ന ഒരു ചുമരുണ്ടാക്കി അതിൻ്റെ ഉള്ള പ്രതിഷ്ഠ ഉള്ളിനൂർ നമ്പൂതിരിപ്പാട് അതിൻ്റെ ഉള്ളിൽ. ഭഗവതി പറഞ്ഞു, ഒന്ന് കെട്ടിയാൽ ഒരു മുറി തരും, രണ്ട് കെട്ടിയാൽ ഒന്ന് തരും എന്ന് പറഞ്ഞാൽ അവിടെ ആ കോപം ഈ ഭഗവതി ഇല്ലെങ്കിൽ ഉഗ്രമൂർത്തിയാണ്. ഇവിടെ ആരും എല്ലാം ഭസ്മമാക്കും, അങ്ങനത്തെ മൂർത്തിയാണ്. പിന്നെ അവിടുന്ന് കെട്ടിയാൽ ഇവിടത്തേക്ക് വരും, ഇവിടുന്ന് അങ്ങോട്ട് പോകില്ല. ആ ആടുന്ന് കെട്ടി വരും. ഈ ഇവിടെ ഒരു കാരണം തെയ്യം ഉള്ളത്. ഇവിടുത്തെ മുമ്പിലെ പിന്നെ കാരണോർ മരിച്ചപ്പോൾ അത് ദൈവക്കോലായി മാറി. അതിൻ്റെ ഒരു സങ്കല്പമാണ് ഇന്നും ഇവിടെ ഈ കാരണോം തെയ്യം കെട്ടിയാടിക്കുന്ന സമ്പ്രദായം. കൂടെ പരദേവതയും ഗുളികനുമുണ്ട്. ഗുളികൻ്റെ സ്ഥാനം പുറത്ത് വേറെ തന്നെയാണ്. ഇവിടെ ഈ കാരണോം തെയ്യം വരുമ്പോഴത്തേക്ക് വിളക്കം തെളിക, അരി, പൂക്കൊല, പിന്നെ വായത്തട കൊണ്ടുള്ള തൊട്ടിൽ, അതിൽ കാമ്പിൻ്റെ കുഞ്ഞി, ഇങ്ങനെയാക്കിയാണ് ഇതിന് 3 പ്രദക്ഷിണം വരാറുള്ളത്. വേറെ ഒരു ഉഗ്ര സംഭാഷണമൊന്നും ആ ദൈവത്തിനെ പറ്റി ഇവിടെ നടത്താറില്ല. അതെ, ഐതിഹ്യം ഒരിക്കലും യഥാർത്ഥ ചരിത്രമാവുകയില്ല. എന്നാൽ ചരിത്രത്തിലേക്ക് വഴികാട്ടുന്ന ചൂട്ടുകറ്റകളായി മടയിൽ ചാമുണ്ടിയുടെ ആട്ടക്കളത്തിലെ അനുഷ്ഠാനങ്ങൾ ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. കയ്യിൽ ചൂട്ടുകറ്റകളുമായി പന്നീമുഖമണിഞ്ഞ ചാമുണ്ടി മൃഗീയമായ മുരൾച്ചയോടെ കോഴിയെ ചവിട്ടി അരയ്ക്കുന്നതും പിന്നെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിയുന്നതും ആ പഴയ ചരിത്രകഥയാണ് ഓർമ്മിപ്പിക്കുന്നത്.
തുലാമാസത്തിലെ കൃഷ്ണപഞ്ചമി ദിവസമായിരുന്നു. പയ്യന്നൂർ ചതുർഖടിയിലെ വണ്ണാടിൽക്കാരനവർ കൂട്ടുകാരനായ പയ്യാടക്കൻ നായരെയും തുണകൂട്ടി ആലന്തട്ടക്കാട്ടിൽ നായാട്ടിനിറങ്ങി. കാടായ കാടെല്ലാം തച്ച് നായാടിയിട്ടും കൊമ്പായ കൊമ്പെല്ലാം വില്ലിട്ടു നോക്കിയിട്ടും ഒറ്റ കൊമ്പനെയോ കൂരനെയോ കിട്ടിയില്ല. നേരം സന്ധ്യമായുകയും ചെയ്തു. ഓടി നടന്ന് ദാഹം പെരുത്ത പൊതുവാൾ നരന്തവള്ളി കൊത്തി വെള്ളം കുടിക്കവേ തൊട്ടകലെ ഒരു കരിയിലേനക്കം. ചാടിയണീറ്റ പൊതുവാൾ ഞൊടിയിട കൊണ്ട് ഞാണുലച്ചു. ചുട്ടമ്പ് ചീറിപ്പാഞ്ഞു. പെട്ടെന്നാണ് കാട് നടുങ്ങുമാറൊരു അലർച്ചയും വെള്ളോട്ട് ചിലമ്പോശയും ഉയർന്നു കെട്ടത്. ഇരുട്ടിൽ തീക്കണ്ണുമായി പാഞ്ഞുവരുന്ന ഭീമാകാരമായ പന്നിയെ കണ്ട് ഇരുപേരും പായാൻ തുടങ്ങി. കാട്ടുവഴികളിലൂടെ കരൾ പിടച്ചലോടെ പാഞ്ഞെത്തിയ പൊതുവാൾ കാനക്കരമ്മയെ തുണ വിളിക്കുമ്പോഴേക്കും തുളസിക്കാട്ടിൽ അയാളുടെ നിലവിളി ഉയർന്നു കഴിഞ്ഞിരുന്നു. ചാമുണ്ടിയുടെ കാൽക്കീഴിൽ പൊതുവാൾ ഞെരിഞ്ഞമർന്നു കഴിഞ്ഞിരുന്നു. കൂട്ടുകാരൻ പയ്യാടക്കൻ ഓടിയൊളിച്ച പുതിയടം തട്ടിലെത്തുമ്പോഴേക്കും ചാമുണ്ടിയുടെ ക്രൗര്യം കാനക്കരമ്മ ശമിപ്പിച്ചിരുന്നുവത്രേ. പാമൊഴിയായിട്ട് തലമുറകൾ കൈമാറിയ ഐതിഹ്യങ്ങൾ കേട്ട ചരിത്രം ഇത് പാരമ്പര്യമേ എനിക്കുള്ളൂ. എന്നാലും കേട്ട കഥകൾ ഞാൻ പറയുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ തറവാട്ടിലുള്ള ഒരു കാരണവരും കാര്യസ്ഥനായ പയ്യാടക്കൻ നായരും കൂടി നായാട്ടിനായി ആലന്തട്ടയിലുള്ള കുന്നിൻ മുകളിൽ കാട്ടിലേക്ക് പോയി. കാട്ടിൽ അനക്കം കേട്ടപ്പോൾ മുള്ളൻ പന്നിയാണെന്ന് വിചാരിച്ച് കാരണവർ മടയിലേക്ക് അമ്പെയ്തു. അപ്പോൾ ആകാശത്ത് നിന്നൊരു അശരീരമുണ്ടായി, ചതിക്കല്ലേ പൊതുവാളെ എന്ന്. അപ്പോൾ കാരണവർ ഞാണുമേൽ നിന്ന് അമ്പ് തൊടുത്തു വിട്ടിരുന്നു. ക്രോവാക്കാന്ത്രയ മടയച്ചാമണ്ടി ദേവി കാരണവരെ ചവിട്ടി ഇപ്പോഴുള്ള ഈ ക്ഷേത്ര തിരുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം പ്രശ്നചിന്തയാൽ ചാമണ്ടിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ഭൂവുടമയായ താഴെക്കാട്ടു മനവക സ്ഥലങ്ങൾ കുറേ ക്ഷേത്രത്തിലേക്ക് ദാനമായി തരുകയും ചെയ്തു. ചാമുണ്ടി അമ്മയുടെ പാദസ്പർശമേറ്റ കാരണവർ ദൈവക്കോലമായി മാറുകയും ചെയ്തു. ആ ദൈവക്കോലത്തെ ഇന്നും ഈ തിരുമുറ്റത്ത് കെട്ടിയാടിച്ചു വരുന്നു. അപ്പോൾ മടിച്ചാമണ്ടി ദേവിയും അതുപോലെ ഈ കാരണവരും രണ്ടും ഇവിടുത്തെ ദൈവങ്ങളാണ്, തെയ്യക്കോലങ്ങളാണ്. മടയച്ചാമണ്ടിയും കാരണവർ അച്ഛൻ ദൈവം എന്നും പറയും. പക്ഷേ തെയ്യം ഉരിയാടുന്നത് തറവാട്ട് അനന്തരവരെ എന്നാണ്. അപ്പോൾ അത് കാരണവർ ദൈവമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. തറവാട്ടു വൈദങ്ങളുടെ നിലവിളികൾ കേട്ടു മനം മാറിയ ദേവി സംപ്രീതയായി. തറവാടിനകത്ത് കുടികൊണ്ട് കാത്തു രക്ഷിക്കാമെന്ന് ആശ്വസിപ്പിച്ചു. മട്ടലായി വണ്ണാടിൽ കൊക്കരമ്മത്ത് തറവാടിൻ്റെ കന്നിരാശിയിൽ ആലന്തട്ടമടവാതിൽക്കൽ എന്ന കാവൊരുങ്ങി ദേവിയെ കുടിയിരുത്തി. മടയിൽ ചാമുണ്ടി തെയ്യത്തോടൊപ്പം അന്ന് നായാട്ടിനു പോയ പൊതുവാളച്ഛനും ഇവിടെ തെയ്യക്കോലമായി കെട്ടിയാടിക്കപ്പെടുന്നുണ്ട്. അന്ന് നായാട്ടിനു പോയ കാടും കാട്ടിലെ മടയും മടക്കരികിലുള്ള ചാമുണ്ടിക്കല്ലും ഇന്നും ഇവിടെയുണ്ട്, ഒരു ചരിത്ര സാക്ഷ്യം പോലെ. നിബിഡവനമെല്ലാം റബ്ബർ മരങ്ങൾക്ക് വഴിമാറിയെങ്കിലും വിശ്വാസശക്തി കൊണ്ടാകാം നൂറ്റാണ്ടുകളുടെ പ്രായം വിളിച്ചോതുന്ന വള്ളിപ്പടർപ്പുകളും കരിയിലകൾ വീണ് നികന്നുവരുന്ന വലിയ മടയും വൻമരങ്ങൾ നിറഞ്ഞ ചെറിയൊരു കാട് മാത്രം ആ പഴങ്കഥയുടെ മൂകസാക്ഷിയായി ഇവിടെ നിലകൊള്ളുന്നു. ഈ മടയുടെ മറ്റേ ഭാഗമാണത്രേ ആലന്തട്ടം മടവാതിൽക്കൽ കാവ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം നവീകരണ കലശം നടത്തിയ ഈ കാവിൻ്റെ ഗർഭഗൃഹം വലിയൊരു മടയ്ക്ക് മുകളിലാകയാൽ
അതിന് മാറ്റം പാടില്ല എന്ന് ദൈവഹിതം ഉണ്ടായിരുന്നുവത്രേ. അപമൃത്യുവിന് ഇരയായ പൊതുവാളുടെ ശവശരീരം ആലന്തട്ടയിൽ നിന്നും പയ്യന്നൂർ തറവാട്ടിലേക്ക് മഞ്ചലേറ്റിക്കൊണ്ടുവരുമ്പോൾ മടയിൽ ചാമുണ്ടിയും കൂടെ വന്നു എന്നാണ് കഥ. ആലന്തട്ട കടന്ന് തിമിരി കൊട്ടുംപുറത്തും കരിവള്ളൂർ കോട്ടൂർ പറമ്പിലും ശവമഞ്ചം വെച്ചതുകൊണ്ടാണത്രേ ഈ രണ്ടിടത്തും ചാമുണ്ഡീദേവിയുടെ സാന്നിധ്യമുണ്ടായത്. വഴിദൂരം ഏറെ കടന്ന് ജഡം പയ്യന്നൂർ ചതുർഖടിയിലെ വണ്ണാടിൽ തറവട്ടിലെത്തിച്ച് അവിടെയാണ് സംസ്കരിച്ചത്. കൂടെ വന്ന മടയിൽ ചാമുണ്ടി തറവാട്ടിൻ്റെ കുലദേവതയായി ഇന്നും ഇവിടെ വണ്ണാടിൽ മീനക്കൊട്ടിൽ ആധാരമായി കുടികൊള്ളുന്നുണ്ട്. പയ്യന്നൂർ പെരുമാളുടെ സമ്മതത്തോടെ ഇവിടെ നിന്നാണ് മടയിൽ ചാമുണ്ഡി ദേവി അനേകം കാവുകളിലേക്ക് കൈയെടുത്തത്. വരിക വരിക അവരിക ദൈവമേ വാസുദേവി താൻ വരികവേ പൊലിക പൊലിക അപൊലിക ദൈവമേ പൂവിടും മണ്ണലം കളംപൊലികവേ പഞ്ചവർണ അകളത്താകത്ത് മന്ത്രശാലയിൽ കുടികൊള്ളിപ്പാ വരികിലോകൂല ദൈവമേ ഇക്കാളമേ കുടികൊള്ളിപ്പാ കാവും ഞാറ്റില അകാവുറവോരേ മുഖത്തെഴുത്തിലും മുടിയഴകിലും അണിയാഭരണങ്ങളിലും അതിമനോഹര രൂപമാണ് മടയിൽ ചാമുണ്ടിയുടേത്. മയിൽപ്പീലി തഴയും പട്ടും ചന്ദ്രക്കലയും കമനീയമായി തുന്നിച്ചേർത്ത പുറത്തട്ടുമുടിയാണ് ദേവിക്ക്. നിറമോ നല്ല മഞ്ഞ അപ്പൊടിയണി ഓരേ ഇളങ്കാഴുങ്ങൻ്റെ പൂവണി ഓരേ. മോഹനരാഗഛായയിൽ മലയപ്പണിക്കന്മാർ ആലപിക്കുന്ന ഈ തോറ്റം അതീവ ഹൃദ്യമായ ഒരു അനുഭൂതിയാണ് ഉളവാക്കുക. പ്രാചീനകാലത്തെ തമിഴ് കലർന്ന പാട്ടിനു പകരം പയ്യന്നൂരിലെ ആനിടിൽ രാമനെഴുത്തച്ഛനാണത്രേ മടയിൽ ചാമുണ്ടിയമ്മയുടെ തോറ്റംപാട്ട് രചിച്ചു നൽകിയത്.
അങ്കച്ചിടമൂടി. മടയിൽ ചാമുണ്ടിയുടെ ആട്ടപ്രകാരത്തിലും അനുഷ്ഠാനങ്ങളിലും ഉടനീളം ഈ നായാട്ട് കഥാസ്പർശം നമുക്ക് കാണാൻ കഴിയും. മറ്റു തെയ്യങ്ങൾ പൊതുവാളരെ പയ്യന്നൂർ ഗ്രാമേ എന്ന് സംബോധന ചെയ്യുമ്പോൾ മടയിൽ ചാമുണ്ടി ആത്മംബകുത്ത പൊതാളെ എന്നാണ് വിളിക്കുക. കാവ് ഏതായാലും മടയിൽ ചാമുണ്ടി ഉറഞ്ഞാട്ടം കഴിഞ്ഞാൽ എൻ്റെ പൊതാള് കൈയെടുത്തിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് കേൾക്കാം. ഉണ്ടെങ്കിൽ ഒരു കരിക്കെടുത്ത് വഴക്കം ചെയ്ത് സന്തോഷിപ്പിക്കും. ചാമുണ്ടി ചവിട്ടിക്കൊന്ന കോഴിയും ആ വണ്ണാടിൽ പൊതുവാൾക്കുള്ളതാണ്. കാരണവരുടെ ശവദാഹ കർമ്മം അനന്തരവന്മാരാണല്ലോ നിർവഹിക്കേണ്ടത്. ഉഗ്രകോപിഷ്ഠയായ അമ്മയെ രക്തതർപ്പണ മഹാമന്ത്രാദികളോട് മാത്രമേ പ്രീതിപ്പെടുത്താൻ കഴിയുകയുള്ളൂ അത്രേ. പീഠത്തിൽ ഇരുമ്പിൻ കുടക്കാലുകൾക്കിടയിൽ പിടിച്ചു നിർത്തി കോഴിയറുത്ത് കരിങ്കലശം നടത്തുന്ന കാഴ്ച ഭീതിജനകമാണ്. 4 നാഴിക രുധിരമോഹിനി മന്ത്രം കഴിച്ച് ആൾബലി കൊടുക്കുന്ന സങ്കല്പമാണ് തെയ്യാട്ടത്തിന്റെ ഒടുവിലെ ഈ ഗുരുസീ തർപ്പണം. പ്രഭയായിരിക്കട്ടെ, ശുഭതയായിരിക്കട്ടെ. പാറുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു കമ്പളക്കം ഉണ്ടാവുമല്ലോ.